ഹായ്, ഇന്ന് നമുക്ക് എങ്ങനെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ആദ്യം ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അത് 250 മില്ലി പാലാണ്. അതിന് ചൂടാക്കാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ബൗളിൽ കസ്റ്റേർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. കട്ടയില്ലാണ്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പാൽ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് കസ്റ്റേർഡ് ആഡ് ചെയ്യാവുന്നത്. ഈ കസ്റ്റേർഡ് ആഡ് ചെയ്തതിന് ശേഷം പാലിനെ തിളയ്ക്കാൻ വിടണ്ട, നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുത്ത് കട്ട പിടിക്കാണ്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം നമ്മളുടെ പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. അതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. അതിന് നമുക്ക് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രൂട്ട് കസ്റ്റേർഡിന് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും ആഡ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. എന്നിട്ട് അതിലോട്ട് കുതിർത്ത് വെച്ചിങ്ങനെ കസ്കസ് ആഡ് ചെയ്യാം. എന്നിട്ട് നട്ട്സ്, നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ആഡ് ചെയ്യാം. ഞാൻ ഇന്ന് കാഷ്യൂനട്ടും ബദാമും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ പാല് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കേണ്ടത്. ഒഴിച്ചിട്ട് ഒരു സ്പൂൺ യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡിയായി. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.